ഓക്കെ, നമ്മൾ നേരത്തെ ഗിറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് എന്തിനാണ് ഗിറ്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗിറ്റ് എന്ന് പറയുന്നത് ഒരു വേർഷൻ കൺട്രോളിങ് സിസ്റ്റമാണ്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ചേഞ്ചസും നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ടൈം വെച്ചിട്ട് ടൈം ബൈ ടൈം വെച്ചിട്ട് നമുക്ക് ഹിസ്റ്ററി ട്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് വരുന്ന ഒരു മെയിൻ ഫങ്ഷനാണ്, അതായത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊളാബറേഷൻ. അതായത് കൊളാബറേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ പീപ്പിൾസ് അറ്റ് എ ടൈം ഒരു പ്രൊജക്റ്റിൽ നമുക്ക് സൈമൾട്ടേനിയസ്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊജക്റ്റിൽ നിരവധി എംപ്ലോയീസ് ഉണ്ടാകും. എംപ്ലോയീസിനെല്ലാം ഓരോരോ ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ടാകും. ആ ടാസ്ക് ഇൻഡിവിജ്വലായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇൻഡിവിജ്വലായിട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അവർ ഓരോരോ ബ്രാഞ്ചായിട്ട് ഈ ഗിറ്റിലോട്ട് പുഷ് ചെയ്യുന്നത്. പുഷ് ചെയ്തതിന് ശേഷം എല്ലാ ചെയ്തിട്ടുള്ള വർക്കുകളും നമ്മൾ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റാക്കി മാറ്റിയതിന് ശേഷമായിരിക്കും നമ്മളത് ഡിപ്ലോയ് ചെയ്യുന്നത്. സോ ഗിറ്റിലൂടെ നമുക്ക് കൊളാബറേഷൻ പോസിബിളാണ്. മൾട്ടിപ്പിൾ പീപ്പിൾസിന് അറ്റ് എ ടൈമിൽ ഒരു പ്രൊജക്റ്റിൽ സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് നമ്മുടെ പേഴ്സണൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലോ സൂക്ഷിക്കുകയാണെങ്കിൽ മേ ബി അതിന് ഡാറ്റ ലോസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഗിറ്റിലാണെങ്കിൽ നമുക്ക് ബാക്കപ്പ് സേഫ് ഗാർഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. എപ്പോൾ വേണമെങ്കിലും ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും നമ്മൾക്ക് ഗിറ്റ് പുള്ളടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ക്ലോൺ ചെയ്തുകൊണ്ടോ പ്രൊജക്റ്റ് നമുക്ക് ബാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഫങ്ഷനാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ബ്രാഞ്ചിങ് ആൻഡ് മെർജിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരവധി ആളുകളായിരിക്കും ഓരോരോ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത്. നിരവധി ബ്രാഞ്ചിൽ നിന്നുമുള്ള ആളുകളായിരിക്കും മേ ബി അതിൽ വർക്ക് ചെയ്യുന്നത്. ഇതിനെല്ലാം നമുക്ക് ഓരോരോ ബ്രാഞ്ചുകളായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനും സാധിക്കും. സോ ഇങ്ങനെ വർക്ക് ചെയ്ത മെറ്റീരിയൽ, വർക്ക് ചെയ്ത ടാസ്കുകളെ നമുക്ക് ഒരുമിച്ച് ആക്കുന്നതിനെ മെർജിങ് എന്ന് പറയും. സോ ഇതും ഈ ഗിറ്റിൽ പോസിബിളാണ്. സോ ഇത്രയും ഫങ്ഷണാലിറ്റികളാണ് ഈ ഗിറ്റിൽ വരുന്നത്.